അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് പേര് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ കവി? ഈ ക്യാബേജിനകത്തിൽ മുട്ട ഒഴിച്ചിട്ട് ഒരു ഡിഷ്. അത് കാണാൻ നല്ല രസമാണ്, പക്ഷേ ഈ ക്യാബേജ് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിൻ്റെ കളർ എന്താ? വയലറ്റ് കളർ. ഈ വയലറ്റ് കളർ ക്യാബേജ് കിട്ടി ഇട്ടോ. അപ്പം ഈ വയലറ്റ് കളറിൽ കിട്ടിയ ക്യാബേജിൽ പലരും ചെയ്ത അതേ രീതിയിലുള്ള വീഡിയോ ഞങ്ങളും ചെയ്യാൻ പോകാം. ഒഴിച്ചു തരാം, ഒഴിച്ചു അങ്ങോട്ട് നിറയട്ടെ. ഒഴിച്ചോ, ഫുള്ളൊഴിച്ചോ. ഇതാർക്ക് ബാക്കി വെച്ചേക്കുവാ? അത് കൊള്ളാം, കുറച്ചങ്ങ് കൊണ്ടുപോവാ. അയ്യോ, എല്ലാം ഇച്ചിരി മിച്ചം പിടിച്ചിട്ട് അത് പുറക്കം വരത്തില്ല. അപ്പോൾ ഇത് ക്യാബേജിന് പൊതുവെ തമിഴ്നാട്ടിലെ ക്യാബേജ് പൊരിയിൽ എന്നാ പറയും? മുട്ടകോസ് പൊരിയൽ. ഇവിടെ ആണെങ്കിൽ പണ്ട് തങ്ങമിച്ച് മുട്ടകോസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ മുട്ടകോസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ തമിഴിൽ നിങ്ങൾ ഇത് പൊരിയിൽ വെക്കുമ്പോൾ തോരൻ വെക്കാൻ അതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ മുട്ടകോസ് എന്ന് പറഞ്ഞേ? അങ്ങനെ. അപ്പൊ ഇതിപ്പോ മുട്ട പോലെ ഇരിക്കുമല്ല. അപ്പൊ പരന്ന ഞങ്ങൾ മുറിച്ചപ്പോഴേ എന്തായാലും മുട്ടയും കൂടി ചേർത്ത് മുട്ടകോസാക്കി. അയ്യോ, ഇനി എന്തെങ്കിലും വാരി കിട്ടും പിന്നെ ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ലല്ലേ? ഇത് മതി തൊട്ട്. ഇത് മിക്കവാറും എന്റെ മേത്ത് എണ്ണ പോലെ ഒഴിക്കും. എന്നാ പണ്ടും ചെയ്യാൻ നീങ്ക? ഓ, നല്ല മണം, കൊള്ളാം. ഇതാണ് ഇതിന് ഒരു പേരുണ്ട്. മുട്ടയും വയലറ്റായി. അതൊക്കെ ഉണ്ട്. നീ അത് കഴിച്ചു നോക്ക, എന്നിട്ട് പറ. ചൂടാട്ടോ. കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. രുചിയുണ്ടോ മോളെ? അത് എനിക്ക് ക്യാബേജ് കൂടുതൽ മുട്ട കുറച്ചു. ഞാനെന്താ വഴി പറ്റാന്നോ? വഴിയിലെ പെട്ടതാണോ അമ്മയോട് ചോദിക്കണം. അമ്മ ഇത് കഴിച്ചിട്ട് തരുമ്പോഴേക്കും അവർക്ക് സമാധാനമല്ലേ കേട്ടോ. വെന്തു കേട്ടോ, സെൻട്രൽ പോസ്റ്റൊക്കെ വെന്തു. കൊള്ളാം, അടിയാ ഇവിടെ. അടിയായി. നടുവര് പറയാൻ ആക്കണം തോന്നേ. തള്ളക്ക് ഇത്ര ആക്കണം തോന്നുന്നു. പിള്ളേർക്ക് കൊടുത്തില്ലെന്ന്.